ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അങ്കിതയും മേനോനും ചേർന്ന് പ്രതാപനോടും കൃഷ്ണയോടും തങ്ങൾ പ്ലാൻ ചെയ്ത ആ കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. ഈ സമയം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, നന്നായി തന്നെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതേടോ, ഞങ്ങളുടെ കുഞ്ഞ് എപ്പോഴും ഞങ്ങളുടെ കുഞ്ഞായിരിക്കണം. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചൊല്ലിയിട്ടോ ഒരു തർക്കവും അല്ലെങ്കിൽ അവകാശങ്ങളും ഉണ്ടാവരുത്. ലീഗലി ഫിസിക്കലി അത് ഞങ്ങളുടെ കുഞ്ഞ് തന്നെയാണെന്ന് ഞങ്ങൾക്ക് മാറ്റം വരുത്തണമെന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടിട്ട് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ വർക്കൗട്ട് ആവുമോ എന്ന്. വർക്കൗട്ട് ആവണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞ് നാളെ മേലാൽ ഞങ്ങളോട് ചോദിക്കില്ലേ സ്വന്തം അച്ഛനും അമ്മയും അല്ലേ എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് പറയാൻ ഉത്തരം ഉണ്ടാവില്ല. പിന്നീട് അവൾക്ക് ഞങ്ങളോട് അകൽച്ച തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ അവിടെയുള്ള നാട്ടുകാരൊന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള നാട്ടുകാർക്കറിയാം അങ്കിത 2 പ്രാവശ്യം അബോഷനായ വ്യക്തിയാണെന്ന്. അങ്ങനെ പേടിച്ചിട്ട് നാട്ടിൽ റെസ്റ്റിലായിരുന്നു എന്ന് വേണം പറയാൻ. പ്രിമേച്ചർ ബേബി ആയിരുന്നു എന്നും പിന്നീട് അതിൻ്റെ ആഘോഷങ്ങളും മറ്റും പുറത്താരെയും അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിശ്വസിപ്പിക്കാമെന്നിങ്ങനെ മേനോൻ പറയുന്നു. എന്തായാലും നിങ്ങളുടെ പ്ലാനിങ് പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ മേനോൻ പറയുന്നുണ്ട്, എനിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ കാണണം. അതിനുള്ള ഒരുക്കങ്ങൾ നടത്താനായിട്ട് ചന്ദ്രമോഹനോട് താൻ പറയണമെന്ന് പ്രതാപനോട് പറയുന്നു. പ്രതാപനാണെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിക്കൊള്ളാം എന്ന് പറയുകയാണ്. പിന്നീട് മീനു ആണെങ്കിൽ കുഞ്ഞിനെ കുഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പ്രസന്ന വരുന്നുണ്ട്. അതെ, ഇങ്ങനെ കുഞ്ചിച്ചാൽ മതിയോ, നമുക്ക് 28 മറ്റും നടത്തേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അതിന് ഒരു തരത്തിലും സമ്മതിച്ചു തരുന്നില്ലല്ലോ. അച്ഛൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് എനിക്കറിയില്ലേ. അച്ഛൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് അറിയാം. പക്ഷേ ഈ കണ്ട സൗഭാഗ്യങ്ങളൊക്കെ വന്നത് ഈ കുഞ്ഞ് കാരണം കൊണ്ടാണെന്ന് അച്ഛൻ എന്തുകൊണ്ട് ചിന്തിക്കാത്തത്? അച്ഛൻ ചിന്തിക്കില്ല. പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ഒരു 28 ചടങ്ങ് നടത്തണമെന്നൊക്കെ പ്രസന്ന പറയുകയാണ്. നടത്താം, അല്ലെങ്കിൽ അതെനിക്ക് വല്ലാത്തൊരു വിഷമാവുന്നു എന്നൊക്കെ മീനാക്ഷിയും പറയുന്നുണ്ട്. അങ്ങനെ പ്രസന്ന അതൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം മീനു പറയുന്നുണ്ട്, നിൻ്റെ 28 അമ്മയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനോട് സംസാരിക്കുക. അങ്ങനെ രാത്രിയാവുമ്പോൾ മേനോനും പ്രതാപനും ചേർന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മേനോനാണെങ്കിൽ പ്രതാപനോട് മനസ്സ് തുറക്കുകയാണ്. എടോ, സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിനൊരാശ്വാസം. തനിക്ക് ആരുമില്ലെന്ന് തോന്നിയിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ പറയുമായിരുന്നു, ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് പൂജ്യങ്ങൾ കൂടി വരുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ജീവിതത്തിൽ ഒന്നും ആവാതെ അല്ലെങ്കിൽ ഒരു അവകാശികളില്ലാതെ ഈ ഭൂമിയിൽ നിന്നും പോവേണ്ട ഞാൻ എത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞത്. എല്ലാം ദൈവത്തിൻ്റെ കളിയാണ്. എനിക്കിന്ന് അവകാശം പറയാനായിട്ട് ഒരു പെൺകുഞ്ഞ്. എനിക്കെന്തോ സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ലടാ, അടക്കി പിടിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പ്രതാപനോട് മേനോൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പ്രതാപൻ പറയുന്നുണ്ട്, എനിക്ക് അളിയൻ്റെ സന്തോഷം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും എല്ലാത്തിനും കാരണം ആ മീനാക്ഷിയാണെന്ന് മേനോൻ പറയുന്നു. അവളില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇന്നിപ്പോൾ എനിക്കും അങ്കിതയ്ക്കും ജീവിക്കാൻ ഒരു കാരണമാണ് ആ കുഞ്ഞ്. എന്തായാലും ഈ ഭൂമിയിലെല്ലാം ഇട്ടെറിഞ്ഞു പോവേണ്ടി വരുമെന്ന് കരുതി ഇരുന്ന ഞാനാണ്. പക്ഷേ ഇപ്പം ഞാൻ ഒരു അച്ഛനായിരിക്കുന്നു എന്നൊക്കെ പ്രതാപനോട് മേനോൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പറയുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം, അവളെ മാത്രമല്ല മീനുവിനെയും. എന്നിട്ട് അവളെ കണ്ട് എനിക്ക് നന്ദി പറയണം. അതൊക്കെ ശരി തന്നെയാണ്, നന്ദി പറയാം. പക്ഷേ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ എനിക്കെന്തൊക്കെയോ ഒരു തൃപ്തിക്കേട്. എങ്ങനെയാ അങ്കിത ചേച്ചിയെ ആ കുഞ്ഞിൻ്റെ അമ്മയാക്കുക? എത്രയൊക്കെ രേഖകൾ ഉണ്ടാക്കിയാലും ഒരു ഡോക്ടറുടെ സാധാരണ പരിശോധന മതി അങ്കിത ചേച്ചി ഗർഭം ധരിച്ചിട്ടില്ല എന്നും പ്രസവിച്ചിട്ടില്ല എന്നും അറിയാനായിട്ട്. എടോ, ആർക്കാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇത്ര ആകാംക്ഷ? ആരാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് വരിക എന്ന് മേനോൻ പറയുന്നുണ്ട്. അല്ല, അങ്ങനെയൊന്നും വരില്ല. പക്ഷെ എന്നാലും എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ, താനതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മലേഷ്യയിലേക്ക് പോയാൽ ആ കുഞ്ഞ് ഞങ്ങളുടേത് മാത്രമായിരിക്കുമെന്ന് മേനോൻ തറപ്പിച്ച് പറയുകയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ മനസ്സിലൊരു ടെൻഷൻ, അത് ഞാൻ പറഞ്ഞെന്ന് മാത്രം പ്രതാപൻ മേനോനോട് പറയുന്നു. പിന്നീട് രാവിലെ പതിവ് പോലെ തൻ്റെ ബിസിനസ്സുമായിട്ട് പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ് തുളസീധരൻ. ഈ സമയം അയാൾ കുട വെച്ചോടത്ത് കാണുന്നില്ല. എടി പ്രസന്നെ, കുട എവിടെ? അങ്ങനെ പ്രസന്ന അവിടേക്ക് വരികയാണ്. എന്തിനെങ്ങനെ വിളിച്ചു പോകുന്നത്? ദേ, കുട ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ചുറ്റും ഒന്നും നോക്കില്ല, അപ്പോഴേക്കും വിളിച്ചു പോകാൻ തുടങ്ങും. കിട്ടിയല്ലോ, മതി, ഇനി വല്ലാതെ സംസാരിക്കണ്ട എന്നൊക്കെ പ്രസന്നയോട് തുളസി പറയുകയാണ്. അതെ, കുഞ്ഞിൻ്റെ നൂലുകെട്ടും മറ്റും നടക്കുന്നുണ്ട്. ആര് നടത്താൻ? നിങ്ങൾ തന്നെ എന്താന്ന് വെച്ച് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് തുളസിയാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ ചന്ദ്രമോഹൻ വരുന്നത്. ഇറങ്ങാൻ നേരത്ത് ഇയാൾ എത്തിയല്ലോ, വല്ലാത്ത കഷ്ടമായി പോയെന്നൊക്കെ പറഞ്ഞ് തുളസി അയാളെ പ്രാകുന്നുണ്ട്. ഈ സമയം ചന്ദ്രമോഹൻ അകത്തേക്ക് കയറി വരികയാണ്. എന്താ ഏട്ടാ, എവിടേക്കാണ് പോകുന്നത്? രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ തന്നോട് പറയണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ഞാൻ ചോദിച്ചത് മാത്രം. താനിപ്പോൾ എന്തിനാ വന്നത്? ഞാൻ പതിവ് പോലെ കുഞ്ഞിനെയും മീനാക്ഷിയെയും കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അതെ, ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ, ചേട്ടനിപ്പോൾ അങ്ങനെയൊക്കെ പറയും. എന്തൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞു കാരണം കൊണ്ടല്ലേ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായത്. അതിൻ്റെ ഒരു നന്ദി പോലും ചേട്ടൻ്റെ മുഖത്ത് ഇപ്പോൾ കാണുന്നില്ല, വെറും അഹങ്കാരം മാത്രമാണെന്ന് പറയുമ്പോൾ, എടോ, ഞാൻ അഹങ്കാരം കാണിക്കും? അല്ല, മരണത്തിൻ്റെ വക്കിൽ നിന്ന ചേട്ടൻ 1 വർഷം മുമ്പ് എൻ്റെ മുന്നിൽ ഇങ്ങനെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏട്ടന് എല്ലാം വന്നു, അതുകൊണ്ട് ഒരു നന്ദി പോലും ഇല്ലെന്ന് പറയുമ്പോൾ തുളസീധരനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്.
28 മറ്റും നടത്തേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ച് നടത്തിക്കോ എന്നിങ്ങനെ തുളസി പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ 28ൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നിങ്ങനെ പ്രസന്നയോട് ചന്ദ്രമോഹൻ പറയുമ്പോൾ നമുക്ക് നടത്തേണ്ട സാറേ, ഞാൻ എന്തായാലും വരും. അവിടേക്ക് മീനാക്ഷിയും വരുന്നുണ്ട്. മീനു പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഞാൻ സംസാരിച്ചതൊക്കെ കേട്ടിരുന്നു സാറേ. എന്തായാലും എൻ്റെ മോളുടെ 28 ചടങ്ങ് നടത്തണമെന്ന് തീരുമാനിച്ചതാണ്. സാറ് വന്നല്ലോ, സന്തോഷം. നമുക്ക് നാളെ തന്നെ നടത്തിയേക്കാമെന്ന് പറയുകയാണ്. മീനാക്ഷിയും പ്രസന്നയും ചന്ദ്രമോഹനും നാളെ തന്നെ നടത്താനായിട്ട് തീരുമാനിക്കുന്നു. പിന്നീട് നൂലുകെട്ട ദിവസമാണ്. എല്ലാ തരത്തിലും മീനാക്ഷിയാണെങ്കിൽ ഒരുക്കങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രസന്നയാണെങ്കിൽ കുഞ്ഞിനെ ഒരുക്കി മീനാക്ഷിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആരാണ് നൂല് കെട്ടേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമോഹനോട്. ചന്ദ്രമോഹൻ പറയുകയാണ്, അപ്പച്ചിയാണല്ലോ കെട്ടേണ്ടത്, ഇപ്പോൾ ആ സ്ഥാനത്ത് ചേച്ചി കെട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ചന്ദ്രമോഹനാണെങ്കിൽ അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായി തന്നെ ഭംഗിയുള്ള ഫോട്ടോസ് പകർത്തിക്കൊണ്ടിരിക്കും. സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്നുണ്ട്. പേരിടലും മറ്റും നടക്കുകയാണ്. എന്നിട്ട് മീനാക്ഷി ചോദിക്കുന്നുണ്ട് പ്രസന്നയോട്, അമ്മ എന്താണ് എൻ്റെ കുഞ്ഞിന് പേരിട്ടതെന്ന് ചോദിക്കുമ്പോൾ കല്യാണിക്കുട്ടി നല്ല പേരല്ലേ, ഈ പേര് ആരാ സെലക്ട് ചെയ്തത്? ഞാൻ തന്നെയാണ് എന്നിങ്ങനെ പ്രസന്ന പറയുന്നു. എൻ്റെ അമ്മയുടെ പേരായിരുന്നു കല്യാണി എന്ന്. അപ്പോൾ മീനാക്ഷി കല്ലുമോൾ എന്ന് വിളിക്കുന്നുണ്ട്. കല്ലുമോൾ, അടിപൊളി പേര്. അങ്ങനെ അമ്മയുടെ കല്ലുമോളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മേനോൻ കൊടുത്തുവിട്ട സ്വർണവും മറ്റൊക്കെ തന്നെ കുഞ്ഞിനെ ഇടിയിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രമോഹനാണെങ്കിൽ അവസാനമായിട്ട് മീനാക്ഷിയുടെ കയ്യിൽ കുറച്ച് പൈസ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് മേനോൻ സാറ് തന്നതാണെന്ന്. എന്തിനാ സാറേ ഈ പൈസ? ഒരുപാട് പൈസ എനിക്ക് തന്നതല്ലേ, ഇനി വേണ്ട. അത് പിന്നെ അറിയാമല്ലോ മീനാക്ഷി, ഞാൻ വെറും ദൂതൻ മാത്രമാണ്, കാര്യങ്ങൾ അന്വേഷിക്കാൻ അല്ലെങ്കിൽ അവർ പറയുന്നത് ചെയ്യാൻ ഉള്ള ആൾ മാത്രം, അല്ലാതെ ഇതിനിടയിൽ എനിക്ക് ഒരു പങ്കുമില്ലെന്ന് പറയുമ്പോൾ, സാറേ എനിക്ക് ഈ പൈസ വേണ്ട, ഇനിയിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെയുള്ള കുറച്ച് ദിവസങ്ങൾ അത് മാത്രം എനിക്ക് മതിയെന്നിങ്ങനെ പറയും. മീനാക്ഷി ഈ പൈസ വാങ്ങിയില്ലെങ്കിൽ തിരിച്ചു ചെല്ലുന്ന സമയത്ത് മേനോൻ സാറും മേഡവും എന്നെ ചീത്ത പറയും, അതുകൊണ്ട് വേണ്ട, ഇത് വാങ്ങിയേ മതിയാകൂ എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ആ പൈസ വെച്ച് കൊടുക്കുകയാണ്. മീനാക്ഷി ആ പൈസ പിടിക്കുന്നുണ്ട്. അതിനുശേഷം മേനോൻ സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രമോഹൻ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നു. മലേഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പായി കുഞ്ഞിനെ കാണണമെന്ന് മേനോൻ സാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ മീനാക്ഷിയുടെ മുഖമൊക്കെ ആകെ വാടി പോവുകയാണ്. പിന്നീട് ഒരു കാര്യം കൂടി ചന്ദ്രമോഹൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ മീനാക്ഷിയുടെ കയ്യിലിരിക്കുന്നത് രാജകുമാരിയാണ്, ഒരുപാട് സ്വത്തിൻ്റെ ഉടമ. ഈ കുഞ്ഞിനെ നാളെ കാണാൻ മീനാക്ഷിയും അതുപോലെ ഇപ്പോൾ തുളസിയേട്ടൻ അറപ്പ് കാണിക്കുന്നുണ്ടല്ലോ, ആ തുളസിയേട്ടനും ക്യൂ നിൽക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ മീനാക്ഷിയാണെങ്കിൽ ആകെ വല്ലാതെയാവുകയാണ്. കാരണം അവളിലെ അമ്മയ്ക്ക് അതൊന്നും തന്നെ സഹിക്കാനായിട്ട് കഴിയുന്നില്ല, സ്വന്തം കുഞ്ഞിനെ കാണുവാൻ ക്യൂ നിൽക്കുന്നു. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.